സ്നേഹത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്യുന്നു. Chief Secretary of Kerala, Dr. Tessie Thomas, former Director General of Aeronautical Systems and former Project Director of Agni 4 Missile DRDO. We are also graced by the valuable presence of a dignified panel of members over here. Respected dignitaries, guests of honors, shining students, a very warm good afternoon everyone and a hearty welcome to this momentous occasion. ഏവർക്കും നമസ്കാരം. മനോഹരമായ ഒരു ദിവസത്തിലെ അതിമനോഹരമായ ഒരു നിമിഷത്തിലാണ് നമ്മൾ ഏവരും ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്നത്. ആലപ്പുഴയുടെ ആവേശമായി മാറിയ ശ്രീ KC വേണുഗോപാൽ MP മെറിറ്റ് അവാർഡ് പൊൻതൂവൽ 2025 ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഏവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. ഏകദേശം 2500ഓളം വിദ്യാർത്ഥികളാണ് ഇന്ന് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. കഠിനാധ്വാനം കൊണ്ടും അർപ്പണ മനോഭാവം കൊണ്ടും 10ാം ക്ലാസ്സിലും +2വിലും ഫുൾ A+ നേടി പൊൻതൂവൽ MP മെറിറ്റ് അവാർഡ് 2025 അർഹരായ മിടുക്കരായ വിദ്യാർത്ഥികളാണ്. അതുകൊണ്ട് തന്നെ നിസ്സംശയം പറയട്ടെ, ഇന്നത്തെ ദിവസത്തെ താരങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും. Here we are about to appreciate and congratulate our students who have earned full A+ in the 10th and 12th board, and we are about to acknowledge the hard work, dedication, determination and perseverance put in by them which led them to this academic excellence. And we all know that our students are not just the pride of their family or institution, but they are the promise of tomorrow, and we are here acknowledging the change makers of our future. And thereby here I am taking a moment to heartfully congratulate all the students who have won Pontuval MP Merit Award 2025, and let me request everybody to give a big round of applause to celebrate their victory. ഒരു നല്ല കൈയടി നൽകി വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് തന്നെ നമുക്ക് ചടങ്ങിലേക്ക് കടക്കാം. നമുക്കറിയാം, പഠനത്തിൽ മികവ് തെളിയിച്ച കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുവാനും അവർ തങ്ങളുടെ നല്ല നാളേക്കായി കണ്ട സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാനുള്ള ആർജവം നൽകുന്ന പൊൻതൂവൽ MP മെറിറ്റ് അവാർഡ് 2025 നമ്മൾ എത്തി നിൽക്കുകയാണ്. വിദ്യാർത്ഥികളുടെ കഠിനാധ്വാനത്തെ പ്രോത്സാഹിപ്പിച്ച് അവരുടെ പഠന മികവിനെ അംഗീകരിച്ച് അതൊരു പ്രോത്സാഹനമായി, ഒരു പ്രചോദനമായി പൊൻതൂവൽ മെറിറ്റ് അവാർഡ് തുടങ്ങിയത് ആലപ്പുഴയുടെ ഹൃദയം തൊട്ടറിഞ്ഞ ജനപ്രതിനിധി ശ്രീ KC വേണുഗോപാൽ അവരുകളാണ്. ഏകദേശം 2006 മെറിറ്റ് അവാർഡ് ആരംഭിക്കുന്നത്. ഇന്ന് നമുക്കറിയാം, വിദ്യാർത്ഥികൾക്കായി നിരവധി അവാർഡ് ദാന ചടങ്ങുകളും സ്കോളർഷിപ്പുകളും ലഭ്യമാണെങ്കിലും അന്ന് വർഷങ്ങൾക്ക് മുൻപ് അതൊരു പുതിയ തുടക്കമായിരുന്നു. അദ്ദേഹം MLA ആയിരുന്ന കാലത്തിലാണ് ആദ്യമായി മെറിറ്റ് അവാർഡ് ആരംഭിക്കുന്നത്. പിന്നീട് കേരള ടൂറിസം ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്നപ്പോഴും MP ആയപ്പോൾ അദ്ദേഹത്തിന്റെ പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ എല്ലാ വിദ്യാർത്ഥികളെയും ഉൾക്കൊള്ളിച്ച് പൊൻതൂവൽ അവാർഡ് അദ്ദേഹം തുടർന്നു വന്നു. തീർച്ചയായും കാലത്തിന് മുന്നേ തന്നെ ശ്രീ KC വേണുഗോപാൽ അവരുകൾ എടുത്തൊരു കാൽവയ്പ് തന്നെയായിരുന്നു. ഇന്ന് വർഷങ്ങൾക്കിപ്പുറം പൊൻതൂവൽ MP മെറിറ്റ് അവാർഡ് 2025 നമ്മൾ എത്തി നിൽക്കുമ്പോൾ തീർച്ചയായും ഇത് അങ്ങേയറ്റം അഭിമാനത്തിന്റെയും സന്തോഷത്തിന്റെയും ആവേശത്തിന്റെയും നിമിഷം തന്നെയാണ്. ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ധന്യമായ ചടങ്ങാണ്, ഒരു പ്രോഗ്രാമാണ് KC വേണുഗോപാൽ MP മെറിറ്റ് അവാർഡ് 2025 പൊൻതൂവൽ 2025. ഈ ചടങ്ങിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് സ്വന്തം ജീവിതം കൊണ്ട് സമൂഹത്തിൽ പൊൻതൂവൽ ചാർത്തിയ നിരവധി വ്യക്തികളാണ് ഇന്ന് നമ്മളോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്നത്. We are truly honored and humbled to have the valuable presence of eminent personalities from diverse sectors whose presence will undoubtedly inspire all of our students
And we are graced by the valuable presence of the Honorable Telangana Chief Minister Sri Revanth Reddy, and wholeheartedly welcoming all other dignified panel of members. And here we are officially beginning ഔദ്യോഗികമായ ചടങ്ങുകളിലേക്ക് കടക്കുന്നു. സർവേശ്വരന്റെ അനുഗ്രഹങ്ങൾ കാംക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി നമ്മൾ ആരംഭിക്കുകയാണ്. പ്രാർത്ഥനയ്ക്കായി ശ്രീമതി ലിസി വിൽസൺ വേദിയിലേക്ക് സാദരം സ്വാഗതം ചെയ്യുന്നു. വളരെയധികം നന്ദി ലിസി മാം. വിദ്യാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് രജിസ്റ്റർ നമ്പർ 2213, 219, 1576, 1381, 2186 എന്നീ വിദ്യാർത്ഥികൾ എത്രയും വേഗം സ്റ്റേജിന് മുന്നിലേക്ക് എത്തിച്ചേരുവാനായി അഭ്യർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി രജിസ്റ്റർ നമ്പറുകൾ ആവർത്തിക്കുന്നു: 2213, 219, 1576, 1381, 2186. ഈ വിദ്യാർത്ഥികൾ എത്രയും വേഗം സ്റ്റേജിന് മുന്നിലേക്ക് അസംബിൾ ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. ചടങ്ങുകളിലേക്ക് കടക്കുമ്പോൾ വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യം കൊണ്ട് സമ്പന്നമായ ഈ ചടങ്ങിന് സ്വാഗതം ആശംസിക്കുന്നതിനായി ശ്രീ രാജീവ് ആലുങ്കൽ അവരുകളെ സാദരം ക്ഷണിക്കുന്നു. രാജീവ് ആലുങ്കൽ അവരുകളെ സ്വാഗതം ആശംസിക്കുന്നതിനായി ഒരിക്കൽ കൂടി ക്ഷണിക്കുകയാണ്. ഈ ധന്യമായ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ, നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള, ജന്മാന്തര ബന്ധമുള്ള നമ്മളുടെ പ്രിയപ്പെട്ട ആത്മമിത്രം, പ്രിയപ്പെട്ട KC, യോഗം ഉദ്ഘാടനം ചെയ്യുന്ന തെലങ്കാനയുടെ നായകൻ രേവന്ത് റെഡ്ഡിജി, വേദിയിലെ ഏറ്റവും പ്രിയപ്പെട്ട ജിജി തോമസൺ, ആനാവറമ്പിൽ പിതാവ്, പ്രിയപ്പെട്ട ടെസി തോമസ്, ഷർഫുദ്ദീൻ, വിനോയ് തോമസ്, ഡോക്ടർ TPS, വേദിയിലെയും സദസ്സിലെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. സദസ്സിൻ്റെ മുമ്പിൽ ഏറ്റവും ജനകീയരായ നമ്മുടെ നാടിൻ്റെ പൊതുമണ്ഡലത്തിൽ വളരെ മാതൃകാപരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ടവരുണ്ട്.
വളരെ ധന്യമായ ഒരു ചടങ്ങാണിത്. പതിറ്റാണ്ടുകളായി KCയുടെ പൊൻതൂവൽ വളരെ ശ്ലാഘനീയമായി ഈ സ്ഥലത്ത് തന്നെ ഇങ്ങനെ കൊണ്ടാടപ്പെടുകയാണ്. KC ജനപ്രതിനിധി അല്ലെങ്കിലും ആണെങ്കിലും ആലപ്പുഴയുടെ വൈകാരികമായ രൂപമാണ്. കേവലമായ സ്ഥാനത്തിനപ്പുറത്ത് ഒരു വെളിപ്പാടകലെ നമുക്ക് എന്തും പറയാൻ സ്വാതന്ത്ര്യമുള്ള നമ്മുടെ സഹോദരനും നമ്മുടെ കൂടപ്പിറപ്പും നമ്മുടെ സുഹൃത്തും ഒക്കെയാണ് KC. പഴയ KC അല്ല, പഴയ കൊച്ചിയല്ല എന്ന് പറയുന്നത് പോലെ പഴയ KC അല്ല. ഇന്ത്യ മുഴുവൻ ഓടി നടക്കുമ്പോഴും നമ്മുടെ ചെറിയ ആലപ്പുഴയുടെ ഓരോ ശ്വാസവേഗങ്ങളിലും KC ഉണ്ട് എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. എന്നെപ്പോലൊരു സാധാരണക്കാരൻ 3 ദിവസമായി വാട്സപ്പ് നോക്കിയിട്ടില്ല. പക്ഷേ ഒന്ന് വാട്സപ്പിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ 1 മിനിറ്റിനകം KC തന്നെ വോയിസ് ഓവർ ഇടുന്ന അത്ഭുതം, വളരെ അത്ഭുതത്തോടെയാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അങ്ങനെ KC ഒരനുഭവവും ആവേശവും അനുഗ്രഹവും തീർത്താൽ തീരാത്ത പ്രതീക്ഷയും ഒക്കെയാണ്. KC നമുക്കൊക്കെ അഭിമാനകരമായ ഒരു ജനപ്രതിനിധി ആണ്. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ താലൂക്കിൽ നിന്നും കടന്നപ്പള്ളി എന്ന കുഗ്രാമത്തിൽ നിന്നും ആലപ്പുഴയ്ക്ക് മാത്രം സ്വന്തമായ ചില സ്നേഹവാത്സല്യങ്ങളുടെ ആൾരൂപത്തിൻ്റെ പേരാണ് KC. കുഞ്ഞികൃഷ്ണൻ തമ്പ്യാരുടെയും സ്നേഹത്തിൻ്റെ ആൾരൂപമായ ജാനകി അമ്മയുടെയും പ്രിയപ്പെട്ട മകൻ. കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഗണിതശാസ്ത്രത്തിൽ 1ാം ക്ലാസ്സോടെ ബിരുദാനന്തര ബിരുദം നേടിയ KC പഠിക്കുമ്പോൾ അറിയപ്പെടുന്ന ഒരു വോളിബോൾ താരമായിരുന്നു. കണ്ണൂർ ജില്ലയിലെ വോളിയുടെ ക്യാപ്റ്റനായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട KC. നമുക്കെന്ത് ആവശ്യമുണ്ടെങ്കിലും ഇന്ത്യ മുഴുവൻ ഓടി നടക്കുമ്പോഴും ലോകത്തെ എല്ലാ രാഷ്ട്രീയ നിരീക്ഷണങ്ങളുടെയും നേതൃത്വം വഹിക്കുമ്പോഴും നമ്മുടെ സ്വന്തമായി നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കാനുള്ള ഇന്ദ്രജാലം ഒരുപക്ഷെ ഒത്തിരി പേർക്കില്ല. അങ്ങനെ നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന KC എന്ന ആലപ്പുഴയുടെ ആൾരൂപത്തിന് നിറഞ്ഞ സ്നേഹത്തോടെ ഔപചാരികതയുടെ പേരിൽ മാത്രം സ്വാഗതം. വളരെ തിരക്കുകൾക്കിടയ്ക്കും നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്നത് തെലങ്കാനയുടെ ജനകീയ നായകനാണ്. അവിഭക്ത ആന്ധ്രാപ്രദേശിലെ മെഹബൂബ് നഗർ ജില്ലയിൽ വാങ്കൂരിൽ നരസിംഹറെഡ്ഡിയുടെയും ചന്ദ്രാമ്മയുടെയും പ്രിയപ്പെട്ട മകൻ. ഹൈദരാബാദിലെ ഓസ്മാനിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ രേവന്ത് ജി ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആവേശഭരിതമായ നിമിഷങ്ങൾ സമ്മാനിക്കാൻ കെൽപ്പുള്ള, ഓരോ വാക്കിലും നോക്കിലും ആവേശഭരിതമായ നിമിഷങ്ങൾ സമ്മാനിക്കുന്ന, ഏറ്റവും ആവേശോജ്വലമായി സംസാരിക്കുന്ന, ഇടപെടുന്ന പ്രിയപ്പെട്ട ജനനായകനാണ്. റിയൽ ഹീറോ എന്ന് നമ്മൾ സാധാരണ പറയും. തെലങ്കാനയുടെ റിയൽ ഹീറോ പ്രിയപ്പെട്ട രേവന്ത് ജിക്ക് ആലപ്പുഴയുടെ മണ്ണിലേക്ക് സ്നേഹോഷ്മളമായ സ്വാഗതം. പ്രിയപ്പെട്ട ആനാപറമ്പിൽ പിതാവ്, റോമൻ കത്തോലിക്ക രൂപതയുടെ ആലപ്പുഴയിലെ 4ാമത്തെ ബിഷപ്പാണ് ജെയിംസ് പിതാവ്, ആനാപറമ്പിൽ പിതാവ്. ദൈവശുശ്രൂഷയിൽ മാതൃകാപരമായി നമ്മളോട് ഇടപെടുകയും സ്നേഹത്തോടെ നമ്മുടെ ഹൃദയത്തിൽ കയറിയിരിക്കുകയും ചെയ്യുന്ന പിതാവ്. ജൂത സംസ്കാരത്തിൽ ഡോക്ടറൽ ബിരുദധാരിയാണ്. വിശേഷണങ്ങളില്ലാത്ത ജെയിംസ് ആനാപറമ്പിൽ പിതാവിന് സ്നേഹോഷ്മളമായ സ്വാഗതം. പ്രിയപ്പെട്ട ജിജി തോംസൺ സാർ, ആലപ്പുഴയിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ തുടക്കം. അദ്ദേഹം ആലപ്പുഴയിലെ സബ് കളക്ടറായിരുന്നു ഒരിക്കൽ. കൈവച്ച മേഖലകളിലൊക്കെ അടയാളപ്പെടാൻ ഭാഗ്യം കിട്ടിയ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ എന്ന് പറയുമ്പോൾ, ഇടപെട്ട മേഖലകളിലൊക്കെ സാധാരണ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട്, പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരോടൊപ്പം നിന്നുകൊണ്ട് അടയാളപ്പെടാൻ ഭാഗ്യം കിട്ടിയ അപൂർവം IAS ഉദ്യോഗസ്ഥന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളുടെ പേരാണ് ജിജി തോംസൺ. പ്രിയപ്പെട്ട
ജിജി സാറിന് ആലപ്പുഴയുടെ ഹൃദയ സ്വാഗതം. ഏറ്റവും പ്രിയപ്പെട്ട ഷറഫുദ്ദീൻ, മുമ്പിലിരിക്കുന്നവരെക്കാൾ ആവേശോജ്വലമായ ആ പേര് കൊണ്ടാടുന്നത് യുവതയാണ് എന്ന് നന്നായി അറിയാം. മലയാള ചലച്ചിത്രവേദിയിലെ നിത്യഹരിത കാമുക ശബ്ദത്തിൻ്റെ പേരാണ് ഷറഫുദ്ദീൻ. പ്രേമവും ഹാപ്പി വെഡിങ്ങും ഓം ശാന്തി ഓശാനയും പാവാടയും അഞ്ചാം പാതിരയും കാണാത്തവർ യുവതയിൽ ഉണ്ടാവില്ല. 50-ലേറെ ചിത്രങ്ങളുടെ ഭാഗമാകുക വഴി അനായാസകരമായ അഭിനയസിദ്ധിയിലൂടെ മലയാള സിനിമയിൽ മറ്റാരുടെയും വലിയ സഹായങ്ങളൊന്നുമില്ലാതെ തൻ്റെതായ ഒരു ഇരിപ്പിടം ഉണ്ടാക്കിയെടുത്ത അപൂർവ പ്രതിഭാശാലിയുടെ പേരാണ് ഷറഫുദ്ദീൻ. അദ്ദേഹത്തോടൊപ്പം ഹാപ്പി വെഡിങ് എന്ന സിനിമയിൽ സഹകരിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തിനെ ആലപ്പുഴയുടെ ഹൃദയത്തിലേക്ക് സ്നേഹസ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട ടെസി തോമസ്, അഗ്നിപുത്രി എന്നും ഇന്ത്യയിലെ മിസൈൽ വനിതയെന്നും മാധ്യമങ്ങൾ വിശേഷിപ്പിച്ച ആലപ്പുഴക്കാരി, ഒരു മിസൈൽ പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വനിത, ആലപ്പുഴ ജില്ലയിലെ തത്തമ്പള്ളി തൈപ്പറമ്പിൽ തോമസിൻ്റെയും കുഞ്ഞമ്മയുടെയും മകൾ. തൃശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും ഇലക്ട്രിക് എഞ്ചിനീയറിംഗിൽ ബിടെക്, പൂനെയിലെ ഡിഫൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും അഡ്വാൻസ് ടെക്നോളജിയിൽ എംടെക്. ആലപ്പുഴയ്ക്ക് എക്കാലവും അഭിമാനിക്കാവുന്ന ടെസി മാഡത്തെ സ്നേഹപൂർവ്വം ഔപചാരികതയുടെ പേരിൽ മാത്രം സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട ടി പി എസ് എന്ന പേരിൽ അറിയപ്പെടുന്ന TP ശശികുമാർ, മൻമോഹൻ സിംഗിന്റെ കാലത്ത് PM ഓഫീസിൽ ക്യാബിനറ്റ് ഓഫീസിൽ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്നു അദ്ദേഹം. ഇപ്പോൾ ആദിശങ്കര യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ. സർവോപരി KCയുടെ പ്രിയപ്പെട്ട സുഹൃത്ത്, സഹപാഠി, ബന്ധു. പ്രിയപ്പെട്ട TPSനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആലപ്പുഴയുടെ മണ്ണിലേക്ക് രവൻജിയോടൊപ്പം എത്തിയ കിരൺകുമാർ ചാമല റെഡ്ഡി, തെലങ്കാന MP വേദിയിലുണ്ട്. ആലപ്പുഴയുടെ എല്ലാ സ്നേഹവും കിരൺകുമാർജിയെ അറിയിക്കുന്നു. ഈ സമയത്ത് സ്നേഹ സ്വാഗതം. അടുത്തതായി സ്വാഗതം പറയാനുള്ളത് വിനോയ് തോമസിനാണ്. മലയാളത്തിലെ അനുഗ്രഹീത ചെറുകഥാകൃത്തും നോവലിസ്റ്റുമാണ് വിനോയ് തോമസ്. മികച്ച കഥാകൃത്തിനുള്ള, നോവലിസ്റ്റിനുള്ള 2 സാഹിത്യ അക്കാദമി അവാർഡുകളുടെ ജേതാവ്. മികച്ച കഥാകൃത്തിനുള്ള അവാർഡ് ഉൾപ്പെടെ ചുരുളി ഉൾപ്പെടെ പാൽത്തു ജാൻ ഉൾപ്പെടെയുള്ള സിനിമകളുടെ കഥാകൃത്തും തിരക്കഥാകൃത്തും. ആറളം ഗവൺമെൻറ് ഹൈസ്കൂളിലെ അധ്യാപകൻ. പ്രിയപ്പെട്ട വിനോയ് തോമസിന് സ്നേഹസ്വാഗതം. മുമ്പിലിരിക്കുന്ന കേരള രാഷ്ട്രീയത്തിലെ പ്രമുഖരായ വ്യക്തിത്വങ്ങൾ, ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകന്മാർ, രക്ഷിതാക്കൾ, ഈ മഹത്തായ പുരസ്കാരം നേടാൻ കാത്തിരിക്കുന്ന പൊൻതൂവലിൻ്റെ ഭാഗമായ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾ, മറ്റ് പൊതുപ്രവർത്തകർ എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ വേദിയിൽ നിന്നും വിരമിക്കുന്നു. ഏറ്റവും പ്രിയപ്പെട്ട എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഹൃദ്യമായ വാക്കുകളാൽ സ്വാഗതം ആശംസിച്ച് ശ്രീ രാജീവ് ആലുങ്കൽ അവർക്ക് നന്ദി അറിയിക്കുന്നു. വിദ്യാർത്ഥികൾ ഇവരും ദയവായി ശ്രദ്ധിക്കുക. ഇനി അനൗൺസ് ചെയ്യുന്ന രജിസ്റ്റർ നമ്പറുള്ള വിദ്യാർത്ഥികൾ എത്രയും വേഗം തന്നെ സ്റ്റേജിന് ഇടതുവശത്തായി എത്തിച്ചേരണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. 2213 219 1576 1381 2186. ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. 2213 219 1576 1381 2186. ഈ രജിസ്റ്റർ നമ്പറുള്ള വിദ്യാർത്ഥികൾ എത്രയും വേഗം തന്നെ ഉടൻ തന്നെ സ്റ്റേജിന് ഇടതുവശത്തായി എത്തിച്ചേരുവാനായി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ചടങ്ങുകളിലേക്ക് കടക്കുമ്പോൾ അടുത്തതായി അധ്യക്ഷ പ്രസംഗത്തിന് മുൻപായി അനുഗ്രഹ പ്രഭാഷണത്തിനായി ബഹുമാനപ്പെട്ട ആലപ്പുഴ ബിഷപ്പ് റെവറൻഡ് ഡോക്ടർ ജെയിംസ് റാഫേൽ ആനാപറമ്പിൽ പിതാവിനെ ഏറ്റവും ബഹുമാനപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെ സ്വന്തം MP ശ്രീ KC വേണുഗോപാൽ, ഈ വേദിയുടെ ഇന്ന് ഉദ്ഘാടകനും അതുപോലെ തന്നെ പൊൻതൂവലിൻ്റെ സമ്മാനങ്ങൾ നൽകുവാനും വേണ്ടി അലങ്കരിക്കുന്ന പ്രിയപ്പെട്ട തെലങ്കാനയുടെ മുഖ്യമന്ത്രി ശ്രീ രേവന്ത്, വേദിയിലുള്ള മാന്യ സുഹൃത്തുക്കളെ, പ്രിയ
സുഹൃത്തുക്കളെ, പ്രോട്ടോകോൾ ലംഘനത്തിൽ ഒന്ന് ക്ഷമാപണം ചോദിക്കുകയാണ്. എനിക്ക് 2 മണിക്ക് ഒരു ശവസംസ്കാര കർമ്മത്തിൽ പങ്കെടുക്കുവാനായിട്ട് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ അനുവാദം ചോദിച്ചിട്ടാണ് ആരംഭത്തിൽ 2 വാക്ക് പറയുന്നത്. ഇന്നലെ ഉറങ്ങുന്നതിന് മുമ്പ് എനിക്ക് ലഭിച്ച വലിയ സന്തോഷ വാർത്ത ഒരു കുടുംബനാഥയുടെയാണ്. നിങ്ങൾക്കൊക്കെ പരിചയമുള്ള ഒരാളാണ് സിജോ എന്ന ഒരു പോലീസുകാരനും അദ്ദേഹത്തിൻ്റെ ഭാര്യ ലിൻസി ഇന്നലെ പ്രഖ്യാപിച്ച MBBS റിസൾട്ടിൽ ഫസ്റ്റ് ക്ലാസ്സിലൂടെ പാസ്സായി. പക്ഷെ അത് ഇൻസ്പിറേഷൻ ആവുന്നത് വിവാഹിതയായും അമ്മയായതിനും ശേഷമാണ് ലിൻസി MBBS പഠിക്കുവാനായിട്ട് ആരംഭിച്ചത്. ഭർത്താവ് കൂടെ ഉണ്ടായിരുന്നു. രോഗം മൂലം കുറേ നാളൊക്കെ ക്ലേശത്തിലായിരുന്നു, സാമ്പത്തിക കഷ്ടപ്പാടുണ്ടായിരുന്നു. പക്ഷേ ഭർത്താവിൻ്റെ ഇൻസ്പിറേഷൻ, ലിൻസിയുടെ സമർപ്പണം, ഇന്നലെ MBBSൽ ഫസ്റ്റ് ക്ലാസ്സിലൂടെ പാസ്സായി. ഞാൻ പറഞ്ഞു, ഈ കഥ അറിയിക്കേണ്ട കഥയാണ്, ഈ വേദിയാണ് എനിക്ക് ആദ്യം കിട്ടുന്നത്, അതുകൊണ്ട് ഞാൻ ആ കഥ അറിയിക്കുകയാണ്. മറ്റൊന്നുകൂടി എനിക്ക് ഇവിടെയുള്ളപ്പോൾ പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ പഠിച്ച എൻ്റെ വിദ്യാലയത്തിൽ ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ക്ലാസ്സിൽ എക്സാമിനേഷൻ വരുന്ന ദിവസമായിരുന്നു. DO സന്ദർശിക്കും. അപ്പോൾ ഓരോ ക്ലാസ്സും വാശിയോടുകൂടിയാണ്. എനിക്ക് യൂണിഫോം ഇല്ലായിരുന്നു. എൻ്റെ സഹപാഠി അന്ന് ക്ലാസ് ലീഡറായിരുന്നു. അതുകൊണ്ട് അവൻ എനിക്ക് വേണ്ടി മനോഹരമായി തേച്ചു പാകപ്പെടുത്തിയ ഒരു യൂണിഫോം തന്നായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ക്ലാസ്സും അഭിമാനത്തോടുകൂടി നിന്നു. എൻ്റെ ജീവിത വിദ്യാഭ്യാസ ചരിത്രത്തിലും വളർച്ചയിലും ഞാൻ ഈ കഥകളൊക്കെ അനുസ്മരിക്കുന്നത് ഇന്ന് പൊൻതൂവലിന് അവാർഡാകുന്ന അർഹരായി ഇവിടെയുള്ള നിങ്ങളോടൊരു കാര്യം പറയുവാനാണ്. മറ്റുള്ളവരുടെ ജീവിതത്തെ സ്പർശിക്കുവാനല്ലെങ്കിൽ നമ്മൾ നക്ഷത്രങ്ങളാകുന്നത് കൊണ്ട് കാര്യമൊന്നുമില്ല. നക്ഷത്രം അപ്പോഴും ഇരുളിൽ തന്നെയാണ്. പ്രകാശം പരത്തുന്നവരാണ് യഥാർത്ഥത്തിൽ താരങ്ങൾ. നമ്മുടെ പൊതുവേദിയിൽ നമ്മുടെ രാജ്യത്തെ വളർത്തുന്നവർ, നമ്മുടെ സമൂഹത്തെ വളർത്തുന്നവർ, പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളാവുന്ന പരസ്പരമുള്ള വൈരാഗ്യം, വിദ്വേഷം, അതിനൊക്കെ പകരം ഔഷധത്തിൻ്റെ, സൗഹാർദ്ദത്തിൻ്റെ പാലങ്ങൾ പണിയുന്ന മനുഷ്യരാകുന്നതാണ് നമുക്ക് ആവശ്യമുള്ള ഹീറോസ്. നിങ്ങളുടെ വിജയം അതിന് നിങ്ങളെ സമർപ്പിതരാക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥനയും ആശംസയും. ഈ മനോഹരമായ ചടങ്ങിന് ദൈവാനുഗ്രഹം നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കും. സമൂഹത്തിലേക്ക് പ്രകാശം പരത്തുന്നവരാണ് യഥാർത്ഥ നക്ഷത്രങ്ങൾ എന്നുൾപ്പെടെ നിരവധി യൂസ്ഫുള്ളായ വിദ്യാർത്ഥികൾക്ക് ഹെൽപ്ഫുൾ ആകുന്ന കാര്യങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് ബഹുമാനപ്പെട്ട പിതാവ്. എല്ലാവിധ നന്ദിയും ഏറ്റവും ആദരവോടുകൂടി തന്നെ ബഹുമാനപ്പെട്ട പിതാവിന് അറിയിക്കുന്നു. And now we are about to listen to one of the most important talk of our event from our visionary leader who has always believed in nurturing young talent and recognizing excellence. And since the inception, Ponthuval Award has carried the vision and the inspiration of Sri K.C. Venugopal. ആലപ്പുഴയെ നെഞ്ചിലേറ്റിയ ജനപ്രതിനിധി തന്നെയാണ് അദ്ദേഹം. എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും ജനങ്ങളോടുള്ള, യുവാക്കളോടുള്ള, കുട്ടികളോടുള്ള കരുതൽ നമുക്ക് എല്ലാവർക്കും അറിയാം. രാജീവ് സർ ചോദിപ്പിച്ചതുപോലെ തന്നെ ആലപ്പുഴയുടെ ആൾരൂപമായ ശ്രീ K.C. വേണുഗോപാൽ അവരുകളെ എല്ലാവിധ ബഹുമാനത്തോടെയും ആവശ്യത്തോടെയും അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ഈ ആഹ്ലാദകരമായിട്ടുള്ള ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന തെലങ്കാനയുടെ ജനപ്രിയനായിട്ടുള്ള മുഖ്യമന്ത്രി എന്നതിലുപരിയായി നവീനമായിട്ടുള്ള ഭരണ ഇടപെടലുകളിലൂടെ തെലങ്കാന സംസ്ഥാനത്തിന് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന പ്രിയങ്കരനായ ശ്രീ ദേവേന്ദ്ര റെഡ്ഡിജി, അഭ്യുന്നതനായ പിതാവ്, പ്രിയപ്പെട്ട ജിജി തോംസൺ, പ്രിയപ്പെട്ട ശ്രീമതി ടെസ്സി, ശശികുമാർ TP, പ്രിയപ്പെട്ട ബെനോയ്, പ്രിയപ്പെട്ട ഷറഫ്, ശ്രീ രാജീവ് വാലുങ്കൽ, ഇവിടെ കൂടിയിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട
വിദ്യാർത്ഥിനി സഹോദരന്മാർ, സ്കൂളുകളുടെ അവാർഡുകൾ ഏറ്റുവാങ്ങാൻ വന്ന അഭ്യന്തരായിട്ടുള്ള അധ്യാപകർ, ആലപ്പുഴയുടെ പൊതുജീവിതത്തിലെ ബഹുമാന്യരായിട്ടുള്ള മഹൽ വ്യക്തിത്വങ്ങൾ, സഹോദരന്മാർ, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഈ പൊൻതൂവൽ എന്ന് പറയുന്ന ആശയം കേരളത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളായി കൊണ്ടുവരിക എന്നുള്ള ഒരു കാര്യത്തിന് നേതൃത്വം കൊടുക്കാൻ 2000 കാലഘട്ടത്തിൽ കഴിഞ്ഞു എന്നുള്ളത് അഭിമാനപൂർവ്വം ഞാൻ ഓർക്കുകയാണ്. അന്ന് അസംബ്ലി നിയമ മണ്ഡലമായിരുന്നു, ഞാൻ MLA ആയിരുന്നതുകൊണ്ട്. പക്ഷെ ഇന്ന് പാർലമെൻറ്റാണ്. ഈ പരിപാടി എന്ന് പറയുന്നത് ഏറ്റവും ഒരു ഭാരിച്ച ഉത്തരവാദിത്വമാണ്. എത്രയോ സഹപ്രവർത്തകരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ കഴിഞ്ഞത്. കാരണം എണ്ണം വർദ്ധിച്ചു. സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെ വിദ്യാർത്ഥിനികൾ അവർ ഉയർന്ന മാർക്കുകൾ വാങ്ങി നല്ല രീതിയിൽ പഠിക്കുന്നു, പാസ്സാവുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും ആഹ്ലാദം പകരുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ അവാർഡിൻ്റെ വലിപ്പം കൂടി. അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നിങ്ങളെല്ലാം സദയം ക്ഷമിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഞാൻ ദീർഘമായ പ്രസംഗത്തിന് മുതിരുന്നില്ല. ഒരു കാര്യം മാത്രമേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ സ്റ്റേറ്റ് കേരളം, കഴിഞ്ഞ ദിവസം ഞാൻ കരുനാഗപ്പള്ളിയിൽ അവിടുത്തെ MLA സംഘടിപ്പിച്ച ഒരു മെറിറ്റ് അവാർഡ് പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ ഒരു കുട്ടി ചോദ്യവുമായിട്ട് വന്നു. ആ അവാർഡ് പരിപാടിക്കിടയിൽ ഇൻട്രാക്ഷൻ ഉണ്ടായപ്പോൾ, കുട്ടികളോട് സംസാരിക്കാൻ മെനക്കെടപ്പോൾ ഒരു കുട്ടി ഒരു ചോദ്യം ചോദിച്ചു. വർത്തമാന കേരളം നേരിടുന്ന ഏറ്റവും വലിയൊരു ചോദ്യമായിരുന്നു ആ ചോദ്യം. ആ ചോദ്യം മറ്റൊന്നുമല്ല, കേരളത്തിലെ മിക്ക വീടുകളിലും ഇന്ന് മക്കളില്ലാത്ത വീടുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ മിക്ക വീടുകളിലെയും നമ്മുടെ കുട്ടികൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി, തുടർ വിദ്യാഭ്യാസം, ജോലിക്കും വേണ്ടി പുറം നാടുകളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അത് യൂറോപ്പിലേക്കുണ്ട്, അമേരിക്കയിലേക്കുണ്ട്, ഫാർ ഈസ്റ്റിലേക്കുണ്ട്, മിഡിൽ ഈസ്റ്റിലേക്കുണ്ട്. ആ കുട്ടി എന്നോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഇങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികളെ പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരു സമഗ്രമായിട്ടുള്ള മാറ്റത്തിന് വിധേയമായിട്ടുള്ള ക്വാളിറ്റി എഡ്യൂക്കേഷൻ ലീഡ്സ് ടു ക്വാളിറ്റി ജോബ് ഇല്ലാത്തത്? സത്യത്തിൽ ഈ പൊതു തിരഞ്ഞെടുപ്പ് കാലത്ത് സഞ്ചരിച്ചപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടൊരു കാര്യം തന്നെയായിരുന്നു. എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. പല വീടുകളിലും ആളുകൾ കുറവാണ്, മക്കളില്ല, അവരെല്ലാം വിദേശത്താണ്. പ്രായമായ അച്ഛനും അമ്മയും മാത്രമാണ് വീടുകളിലുള്ളത്. അവർക്ക് നല്ല എഡ്യൂക്കേഷൻ വേണം. ആ എഡ്യൂക്കേഷൻ, നല്ല എഡ്യൂക്കേഷൻ കഴിഞ്ഞാൽ നല്ല സാലറി കിട്ടാവുന്ന ക്വാളിറ്റി ജോബ് വേണം. ഇതെങ്ങനെ കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ് സർക്കാരുകളുടെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. അത് നിങ്ങൾ പരിഹരിക്കുമോ എന്നായിരുന്നു എന്നോട് ആ കുട്ടിയുടെ ചോദ്യം. സത്യത്തിൽ അതൊരു ബ്രില്യൻ്റായ ക്വസ്റ്റ്യൻ ആയിരുന്നു. നിങ്ങളെല്ലാം SSLC +2 പരീക്ഷകളിൽ നല്ല വിജയം വാങ്ങുന്നു. നിങ്ങൾ ഈ നാടിൻ്റെ സമ്പത്താണ്, നിങ്ങൾ ഈ നാടിൻ്റെ സ്വത്താണ്, നിങ്ങളുടെ അച്ഛനമ്മമാരുടെയും ഏറ്റവും വിലപ്പെട്ട നിധിയാണ് നിങ്ങൾ. ഈ നാടിൻ്റെ സമ്പത്ത്, നാടിൻ്റെ സ്വത്ത്, അച്ഛനമ്മമാരുടെ വിലപ്പെട്ട നിധി ഈ നാടിന് അവകാശപ്പെട്ടതല്ലേ? ഈ നാടിന് അവകാശപ്പെട്ട നിധി എന്തുകൊണ്ടോ നമുക്ക് നിലനിർത്താൻ കഴിയുന്നില്ലെങ്കിൽ അതെങ്ങനെ അഡ്രസ്സ് ചെയ്യണമെന്നുള്ള ചോദ്യത്തിനാണ് ഈ തലമുറയിൽ നമുക്ക് ഉത്തരം പറയേണ്ടതായിട്ടുള്ളത്. അതിന് ഉത്തരം ഒന്ന് മാത്രമേ ഉള്ളൂ. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും നല്ല വിദ്യാഭ്യാസം, ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്നുള്ളതെല്ലാം മോശമാണെന്നല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ക്വാളിറ്റി ജോബിലേക്ക് കുട്ടികളെ കൊണ്ടുപോകത്തക്കവണ്ണമുള്ള, അവർക്ക് കോൺഫിഡൻസ് കൊടുക്കാവുന്ന എൻവിറോൺമെൻറ്റും അതിനാവശ്യമായ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള നടപടികൾ ഉണ്ടാക്കണം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യം. അത് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ തന്നെ, അത് കേരളത്തിലൊരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ തന്നെ ഉറപ്പിച്ച് ഞാൻ വിശ്വസിക്കുന്നു. ആ കുട്ടിയുടെ ചോദ്യവും ചിന്തയും ഉത്തരം കിട്ടേണ്ടതാണ്. ആ ഉത്തരത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകേണ്ടതുള്ളൂ. ഞാനിപ്പോൾ രേവന്ത് റെഡ്ഡിയെ കുറിച്ച് പറയുന്നത്, ഐ നോ മിസ്റ്റർ രേവന്ത് ഫോർ ദ ലാസ്റ്റ് 6-7 years closely, very closely. He is having a mesmerism among the crowds.
whenever Revant is going to the crowd of Telangana, unparalleled applause from the people of Telangana. You can see, you can witness every time. Why? That mesmerism is with him as a chief minister, as a politician. But I loved him because of his initiative on education in Telangana. Why I called him to here for this inaugural function? That is closely related to my initial apprehension of a student, which I deferred. തെലങ്കാനയിലെ വിദ്യാഭ്യാസ മേഖലയിൽ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഉറപ്പുവരുത്താൻ വേണ്ടി ഐ തിങ്ക് രേവന്ത് വിൽ ലിറ്റിൽ ബിറ്റ് എക്സ്പ്ലെയിൻ ഹിയർ about your endeavors in Telangana on education. That is why I want to tell students of my constituency that this opportunity they are providing in Telangana, it's the role model of educational governance, I can say easily. അത് നമ്മുടെ നാട്ടിലേക്കും ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹം ഒരുപാട് കാര്യങ്ങളിൽ ഇന്നോവേറ്റീവായിട്ടുള്ള വിഷനുമായി മുന്നോട്ട് പോകുന്ന ആളാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കാര്യം ഞാൻ സൂചിപ്പിച്ചത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇന്നിവിടെ വന്ന എല്ലാ അതിഥികളോടും എനിക്ക് നന്ദിയുണ്ട്. കാരണം ഈ പൊൻതൂവൽ എന്ന് പറയുന്നത് ആലപ്പുഴക്കാരുടെ മനസ്സിനകത്ത് നിറഞ്ഞിരിക്കുന്ന ഒരു മഹത്തരമായിട്ടുള്ള വിദ്യാഭ്യാസ പരിപാടിയാണ്. ഇറ്റ് ഇസ് എൻ എഡ്യൂക്കേഷണൽ പ്രോഗ്രാം. എൻ്റെ മനസ്സിൽ ജനപ്രതിനിധിയായ കാലം മുതൽ താലോലിക്കുന്ന ഒരു വലിയ സ്വപ്നമാണ് ഈ പരിപാടിയുടെ നടത്തിപ്പും ഇതിൻ്റെ മുന്നോട്ടുള്ള പോക്കും. ഈ പരിപാടി മാത്രമല്ല, നമ്മുടെ കലാലയങ്ങളിൽ, നമ്മുടെ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, Revant, you have to understand, this district is totally belongs to the very poor people of this state. Basically fishermen, agrarian workers, coir factory workers, basically the people from downtrodden are, these children are from the downtrodden people. ഇതിൽ പണക്കാരുടെ മക്കളല്ല ഈ കൂടിയിരിക്കുന്ന ആളുകളെല്ലാം. പാവപ്പെട്ട ഏറ്റവും മോശമായ സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളാണ് ഈ പഠിക്കുന്നവർ. അവർ നേടുന്ന വിജയത്തെ ഇത്രയും വിശിഷ്ടരായ വ്യക്തികളെ കൊണ്ടുവന്ന് അനുമോദിപ്പിക്കുക എന്ന് പറയുന്നത് മനസ്സിൽ താലോലിക്കുന്ന ഒരു സ്വപ്നമാണ്. ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് സഹകരിച്ച എല്ലാവരോടും നന്ദി പറയുന്നു. നമ്മുടെ കുട്ടികളെ, നിങ്ങൾ ഈ നമ്മുടെ നാടിൻ്റെ സമ്പത്താണ്, സ്വത്താണ്. മാതാപിതാക്കന്മാരുടെ ഏറ്റവും വലിയ അരുമയാണ് നിങ്ങളെല്ലാവരും. നമുക്കൊരുപാട് ആകർഷണങ്ങളുണ്ട്. ഡോക്ടറാകാം, എഞ്ചിനീയറാകാം, കലക്ടറാകാം, സാഹിത്യകാരനാകാം, സിനിമക്കാരനാകാം, സ്പോർട്സ് താരമാകാം. ഈ ആകർഷണങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകാനുള്ളൊരു മത്സരം, അതാകട്ടെ നമ്മുടെ ജീവിതയാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മത്സരങ്ങൾക്കിടയിൽ നമ്മളെ തെറ്റിപ്പിക്കാൻ, നമ്മളെ വഴിതെറ്റിക്കാൻ, നമ്മളെ പിന്നാലെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഛിദ്രശക്തികളെക്കുറിച്ചുള്ള ബോധ്യം നൽകാൻ കലാകായിക മേഖലകളിലും വിദ്യാഭ്യാസത്തിലുമുള്ള ഉന്നതമായിട്ടുള്ള താല്പര്യം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയി നാടിൻ്റെ സമ്പത്തുകളായിട്ട് നിലനിൽക്കാൻ നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അങ്ങേയറ്റം സന്തോഷത്തോടെ നിങ്ങൾക്ക് എല്ലാവർക്കും പൊൻതൂവലിൻ്റെ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.